ഓശാനയുടെ തലേ രാത്രിയിലാണ് നമ്മൾ. ഓശാന തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനകളും സ്നേഹപൂർവ്വം നേരുന്നു. കുരിശുമരത്തിൻ്റെ ചുവട്ടിൽ കർത്താവിൻ്റെ രക്തം വീണ മണ്ണിൽ അവിടെ ഒരു അത്ഭുതം നടന്നായിരുന്നു. ഒരു മനുഷ്യൻ, അയാള് വയലൻസ് കണ്ട്, അക്രമങ്ങൾ കണ്ട് കണ്ണ് തഴമ്പിച്ച ആളാണ്. ഒരുപാട് പേര് കുരിശിൽ പിടഞ്ഞു മരിക്കുന്നത് അയാൾ കണ്ടിട്ടുണ്ട്. അയാളുടെ അധരങ്ങളിൽ ഒരു നേര് പ്രഘോഷിക്കപ്പെട്ടു. അയാൾ പറയുന്നു, അവൻ സത്യമായും ദൈവപുത്രനായിരുന്നു. രക്ഷാകര ചരിത്രത്തിൽ ഈ രംഗത്തിൻ്റെ പ്രാധാന്യം എന്താണ്? ദൈവജനമെന്ന് കരുതുന്നവർ മിശിഹായെ തിരിച്ചറിയാൻ കഴിയാതെ പോകുമ്പോൾ വിജാതിയൻ കർത്താവിനെ തിരിച്ചറിയുന്നു. അതായത് ഒരു സിഗ്നൽ തരികയാണ്, അതിർത്തികൾ ഭേദിക്കപ്പെടാൻ പോകുന്നു. രക്ഷയുടെ സുവിശേഷത്തിൻ്റെ അതിർത്തികൾ ഭേദിച്ച് അത് ലോകാന്തരത്തോളം, അത് ലോകത്തിൻ്റെ അന്ത്യത്തോളം, അതിർത്തിയോളം ഇനി കർത്താവിൻ്റെ സുവിശേഷം അതിരുകളില്ലാതെ പടർന്നു പിടിക്കുമെന്നതിൻ്റെ സൂചന അവിടെ ലഭിക്കുകയാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ, നമ്മൾ പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ വിശ്വാസത്തിൻ്റെ ഫലങ്ങൾ ഉണ്ടാകുമെന്നുള്ളതിൻ്റെ തെളിവ് ഇതാ ഇവിടെ കാണുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മാർഗം, ദ വേ, വാക്കിംഗ് വിത്ത് ക്രൈസ്റ്റ് ഫ്രം ആഷസ് ടു ഹല്ലേലൂയ. കർത്താവിൻ്റെ കരം പിടിച്ച് നടത്തുന്ന യാത്രയുടെ 42-ാമത്തെ അധ്യായത്തിലേക്ക്, 42-ാം ദിവസത്തിലേക്ക് നിങ്ങളേവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഓശാനയുടെ തലേ രാത്രിയിലാണ് നമ്മൾ. ഓശാന തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനകളും സ്നേഹപൂർവ്വം നേരുന്നു. ശനിയാഴ്ച വൈകിട്ട് ഇത് 3-ാമത്തെ വീഡിയോയാണ് എടുക്കുന്നത്. ഇന്ന് ബ്ലസ് 364 ഉണ്ടായിരുന്നു. ഒരു ഓശാന സ്പെഷ്യൽ എപ്പിസോഡ്, മാർഗത്തിൻ്റെ ഒരു സ്പെഷ്യൽ എപ്പിസോഡ്, നമ്മുടെ ഓശാന ഞായറാഴ്ചത്തെ തിരുക്കർമ്മങ്ങളുടെ എക്സ്പ്ലനേഷൻ, പ്രത്യേകിച്ച് ദേവാലയത്തിൻ്റെ ഹന്നാൻ വാതിൽ മുട്ടിത്തുറന്ന് അകത്തേക്ക് കയറുന്നതിൻ്റെ അർത്ഥതലങ്ങളെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഒരു വീഡിയോ കുറച്ച് മുമ്പ് നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. ആരെങ്കിലും അത് കണ്ടിട്ടില്ലെങ്കിൽ നിശ്ചയമായും അത് കണ്ടിട്ടേ നിങ്ങൾ നാളത്തെ തിരുക്കർമ്മങ്ങൾക്ക് പോകാവുള്ളൂ. ദാറ്റ് വിൽ ഹെൽപ്പ് യു. നിങ്ങൾക്കത് വലിയ സഹായമായിരിക്കും. അത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ കർത്താവിന് നന്ദി പറയും. നമ്മുടെ സഭയിൽ, പ്രത്യേകിച്ച് സഭയുടെ ആരാധനയോർത്ത് നമ്മൾ അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യും. നാളെ തിരുക്കർമ്മം കുറേ കൂടെ നന്നായിട്ട് പങ്കെടുക്കാൻ പറ്റുകയും ചെയ്യും. ഞാൻ പറഞ്ഞു വന്നത്, ഇന്നത് 3-ാമത്തെയാണ്. ഇന്ന് ഫുൾ ഡേ ഇവിടെ ടൗൺസ്വില്ലിൽ കുട്ടികൾക്ക് ധ്യാനം ഉണ്ടായിരുന്നു, ഓസ്ട്രേലിയയിൽ. അത് കഴിഞ്ഞ് വൈകുന്നേരം വന്നിട്ട് 3-ാമത്തെ വീഡിയോയാണ് എടുക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഒരു ക്ഷീണം ഉണ്ടാകും. പക്ഷേ നിങ്ങൾ ടോളറേറ്റ് ചെയ്യുമെന്നറിയാം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുകയും ചെയ്യുക. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് കുരിശിൻ്റെ ചുവട്ടിൽ നടന്ന ഒരു അത്ഭുതമാണ്. കുരിശുമരത്തിൻ്റെ ചുവട്ടിൽ കർത്താവിൻ്റെ രക്തം വീണ മണ്ണിൽ അവിടെ ഒരു അത്ഭുതം നടന്നായിരുന്നു. ആ സ്പോട്ടിൽ എന്താണത്? ഒരു മനുഷ്യൻ, കർത്താവിന് ബിലോങ് ചെയ്യപ്പെടാത്ത, ഹു ഡസ് നോട്ട് ബിലോങ് ടു, അങ്ങനെ നമുക്ക് പറയാം. അപ്പം നമ്മൾ പറയത്തില്ലേ, കർത്താവിൻ്റെ പക്ഷത്തുള്ളവർ, ശത്രുപക്ഷത്തുള്ളവർ. അപ്പോൾ ഈ മനുഷ്യൻ കർത്താവിൻ്റെ പക്ഷത്തല്ല, ഹു ഡസ് നോട്ട് ബിലോങ് ടു ജീസസ്. ആ രീതിയിൽ പറയുമ്പോൾ ലോകത്താരുമില്ല കർത്താവിൻ്റെതല്ലാത്തത്. പക്ഷേ ഇവിടെ നമ്മൾ ആ രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ ഹു ഡസ് നോട്ട് ബിലോങ് ടു ജീസസ്, ഹു ഇസ് നോട്ട് എ ഡിസൈപ്പിൾ, അവൻ ശിഷ്യഗണത്തിൻ്റെ ഭാഗമല്ല. ഹു ഇസ് നോട്ട് ഈവൻ എ ജ്യൂ, ഒരു യഹൂദൻ പോലുമല്ല. നോട്ട് എ സീക്കർ ഓഫ് മെസയ, മിശിഹായെ കാത്തിരിക്കുന്നവനോ മിശിഹായെ കാണണമെന്ന് ആഗ്രഹമുള്ളവനോ അല്ല. അയാൾ ഒരു റോമൻ പടയാളിയാണ്. അയാൾ വയലൻസ് കണ്ട്, ഈ അക്രമങ്ങൾ കണ്ട് കണ്ണ് തഴമ്പിച്ച ആളാണ്. അക്കസ്റ്റംഡ് ടു ഡെത്ത്, മരണക്കാഴ്ച അയാൾക്ക് ശീലമാണ്. ഒരുപാട് പേര് കുരിശിൽ പിടഞ്ഞു മരിക്കുന്നത് അയാൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഏത് ദിവസം? കർത്താവ് തമ്പുരാൻ കുരിശിൽ മരിക്കുന്ന ആ ദിവസം സംതിങ് ഈസ് ഡിഫറെൻറ്റ്. എന്തോ ഒരു വ്യത്യാസമുണ്ട്. ആരെക്കുറിച്ചാണ് ഈ പറഞ്ഞു വരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ശതാധിപൻ, കുരിശിൻ്റെ ചുവട്ടിലെ ശതാധിപൻ. അന്ന് ആ ദിവസം ഒത്തിരി മരണം കണ്ടിട്ടുള്ള, ഒത്തിരി കുരിശു മരണം കണ്ടിട്ടുള്ള, രക്തം കണ്ട് അറപ്പ് മാറിയ ആ മനുഷ്യന് അന്നത്തെ ദിവസം ഇറ്റ് വാസ് സംതിങ് സ്പെഷ്യൽ. എന്തോ പ്രത്യേകമായിട്ടന്ന് നടക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം കണ്ടു, ഒരു മനുഷ്യൻ മരിക്കുന്നത് കണ്ടു.
പക്ഷേ മരണത്തിനപ്പുറമുള്ളൊരു കാഴ്ച അദ്ദേഹത്തിൻ്റെ കണ്ണിൽ പതിഞ്ഞു. ഹീ വാച്ചസ് എ മാൻ ഡൈയിങ് ബട്ട് ഹി സീസ് മോർ ദാൻ ഡെത്ത്. മരണത്തേക്കാൾ അദ്ദേഹം കണ്ടു. അദ്ദേഹം സഹനം കണ്ടു. ആ മനുഷ്യൻ സഹനത്തിൻ്റെ സാക്ഷിയായി ആ മനുഷ്യൻ. പക്ഷേ ആ സഹന കാഴ്ചയിലും മഹത്വം അയാളുടെ കണ്ണുകൾ ദർശിച്ചു. അയാൾ നിശബ്ദത കേട്ടു. നിശബ്ദത കേൾക്കാൻ പറ്റില്ല, പക്ഷേ അയാളുടെ ചെവികളിലെത്തിയതൊക്കെ നിശബ്ദതയാണ്. നിശബ്ദത കേട്ടവൻ്റെ കണ്ണുകളിൽ സത്യം തെളിഞ്ഞു. അവൻ സത്യത്തെ ദർശിച്ചു. സത്യത്തെ ദർശിച്ചു. ഇത്രയും നടന്നു കഴിഞ്ഞപ്പോൾ, മരണത്തിനപ്പുറമുള്ളൊരു കാഴ്ച കണ്ടപ്പോൾ, മഹത്വം ദർശിച്ചപ്പോൾ, സത്യത്തെ കണ്ടപ്പോൾ അയാളുടെ അധരങ്ങൾ ചലിച്ചു. അയാളുടെ അധരങ്ങളിൽ ഒരു നേര് പ്രഘോഷിക്കപ്പെട്ടു. അയാൾ പറയുന്നു, അവൻ സത്യമായും ദൈവപുത്രനായിരുന്നു. അവൻ സത്യമായും ദൈവപുത്രനായിരുന്നു. മർക്കോസ് സുവിശേഷം 15-ാം അധ്യായം 39-ാം വാക്യം. കർത്താവിനോട് ഏറ്റവും ചേർന്നിന്നവർ അവനെ റിജക്റ്റ് ചെയ്തപ്പോൾ, അവനെ ഒഴിവാക്കിയപ്പോൾ, ഏറ്റവും അകലെ നിന്നവൻ അവനെ തിരിച്ചറിയുകയും ഏറ്റുപറയുകയും ചെയ്യുന്നു. Those people who are closest to Jesus, they have rejected him. But the man who stood at the farthest, ഏറ്റവും ദൂരെ നിന്നവൻ, now he is recognizing and proclaiming the identity of Jesus. അയാൾ മിശിഹായെ തിരിച്ചറിയുന്നു, അവൻ്റെ സ്വത്വത്തെ, ഐഡൻറ്റിറ്റിയെ ഏറ്റുപറയുന്നു. അപ്പം നമുക്ക് ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കുകയാണ്, വിശ്വാസം ജനിക്കുന്നത് കംഫർട്ടബിൾ സിറ്റുവേഷൻസിലല്ല, കുരിശിൻ്റെ കീഴെയാണ്. യഥാർത്ഥ വിശ്വാസം പിറവിയെടുക്കുന്നത് സുഖസൗകര്യങ്ങളുടെ നടുക്കല്ല, കുരിശിൻ്റെ കീഴെയാണ്. അത് അധികാരത്തിൻ്റെ നേരത്തല്ല, അത് ബലഹീനതയുടെ എളിമപ്പെടലിൻ്റെ നേരത്താണ്. അത് അസ്വാഭാവിക കാഴ്ചകൾ കാണുമ്പോഴല്ല, മറിച്ച് പരിത്യാഗത്തിൻ്റെ, ആത്മദാനത്തിൻ്റെ സ്നേഹം കാണുമ്പോഴാണ് വിശ്വാസം ജനിക്കുന്നത്. കുരിശ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് കർത്താവിൻ്റെ ട്രൂ ഐഡൻറ്റിറ്റി. ഒരത്ഭുതങ്ങൾക്കും വെളിപ്പെടുത്താൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കുരിശു മരണം, അവൻ്റെ സ്ലീവ, അവനെ തന്നെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്നു. നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗങ്ങൾ നേരത്തെ സൂചിപ്പിച്ചത് മർക്കോസ് സുവിശേഷം 15-ാം അധ്യായം 39-ാം വാക്യം, മത്തായി സുവിശേഷം 27-ാം അധ്യായം 54-ാം വാക്യം, ലൂക്കാ സുവിശേഷം 23-ാം അധ്യായം 47-ാം വാക്യം. അതിൽ ലൂക്കാ സുവിശേഷം 23:47 അയാൾ സത്യമായും നിഷ്കളങ്കനായിരുന്നു എന്നതാണ്. മറ്റ് 2 സ്ഥലത്ത് അവൻ സത്യമായും ദൈവപുത്രനായിരുന്നു. യോഹന്നാൻ സുവിശേഷം 12:32 എടുത്തേ. യോഹന്നാൻ സുവിശേഷം 12:32 നമ്മൾ വായിക്കുന്നത്, ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും. കർത്താവ് പറഞ്ഞു വെച്ചത് ദേ കുരിശിൽ അന്വർത്ഥമാകും. ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ, ആകാശത്തിനും ഭൂമിക്കും മധ്യേ 3 ആണികളിൽ അവൻ കുരിശിന്മേൽ തൂങ്ങിക്കിടന്നപ്പോൾ അവൻ പറഞ്ഞത് അന്വർത്ഥമാകുന്നു. എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും. വിജാതീയനെ വരെ, തന്നെ കുരിശിൽ തറച്ചു കൊല്ലാൻ നേതൃത്വം കൊടുത്തവനെ വരെ തന്നിലേക്ക് ആകർഷിക്കുന്ന കർത്താവിൻ്റെ കരുണയും കർത്താവിൻ്റെ പദ്ധതിയും. ഇത് കുരിശ് വെളിപ്പെടുത്തുകയാണ്, കുരിശ് വലിയ വെളിപ്പാട് തരികയാണ്. ഇനി ജനതകൾ കർത്താവിലേക്ക് വരും. ദ ഫസ്റ്റ് ക്ലിയർ വോയിസ് ഓഫ് ജെൻറ്റൈൽ ഫെയ്ത്ത്, വിജാതീയ വിശ്വാസത്തിൻ്റെ, ലോകം മുഴുവൻ കർത്താവിലേക്ക് വരുന്നതിൻ്റെ ആദ്യത്തെ ഏറ്റവും പ്രകടമായ തെളിവാണ് ഈ ശതാധിപൻ്റെ വിശ്വാസ പ്രഖ്യാപനം. പഴയ നിയമത്തിലേക്ക് നമുക്ക് പോകാം. ഓർക്കരുത്, ഇതൊരു ആക്സിഡൻ്റൽ, ആകസ്മികമായി സംഭവിച്ച ഒന്നാണ് ശതാധിപൻ്റെ വിശ്വാസ പ്രഖ്യാപനം അല്ല. ഒരുക്കപ്പെടുകയാണ്, നൂറ്റാണ്ടുകളായി ഒരുക്കപ്പെടുന്ന ഒന്ന് പൂർത്തീകരിക്കപ്പെട്ടതാണ്. ഒരു ഹിഡൻ മിസ്റ്ററി, മറച്ചു വയ്ക്കപ്പെട്ട രഹസ്യം, അത് അനാവരണം ചെയ്യപ്പെട്ടതാണ് കുരിശിൽ, ഈ ശതാധിപനിൽ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 52-ാം അധ്യായം 13-15 വാക്യങ്ങൾ. ജനതകൾ സഹനദാസനെ ഓർത്ത് വിസ്മയിക്കുമെന്ന് സൂചനയുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 52, 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ ജനതകൾ കർത്താവിനെ ഓർത്ത്, സഹനദാസനെ ഓർത്ത് വിസ്മയിക്കും, അത്ഭുതം കൂറും. അതേ സെഞ്ചൂറിയനിൽ, ഈ ശതാധിപനിൽ ആരംഭം കുറിക്കുന്നു. മറ്റൊന്ന് 22-ാം സങ്കീർത്തനം, അതെടുക്കുകയാണെങ്കിൽ നല്ലതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം അങ്ങോട്ട് ധ്യാനിച്ചതല്ലേ ഉള്ളൂ. 22-ാം സങ്കീർത്തനം ഒത്തിരി പേര്
അത് ഹോംവർക്കായിട്ട് വായിക്കുകയും ചെയ്തതാണ്. 22 സങ്കീർത്തനത്തിൻ്റെ സ്റ്റാർട്ടിങ് സഹനം, ഞെരുക്കം, സങ്കടം, നിരാശയൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ, പറഞ്ഞു വരുമ്പോൾ അവസാനത്തേക്ക് എത്തുമ്പോൾ ഈ ആശയത്തിലേക്ക് വരുന്നത്. ശതാധിപൻ കർത്താവിനെ ഏറ്റു പറഞ്ഞതില്ലേ, ജനതകൾ കർത്താവിലേക്ക് നോക്കും. അത് കൃത്യം അവസാന ഭാഗം നിങ്ങൾ 27 വാക്യം തൊട്ട് വായിച്ചു തുടങ്ങിക്കുകയും, ഭൂമിയുടെ അതിർത്തികൾ കർത്താവിനെ അനുസ്മരിക്കുകയും അവിടുത്തെ അടുത്തേക്ക് തിരിയുകയും ചെയ്യും. ഭൂമിയുടെ അതിർത്തികൾ കർത്താവിലേക്ക് തിരിയുമെന്ന് ദേശാധിപൻ വിജാതിയൻ കർത്താവിലേക്ക് തിരിയുന്നു. എല്ലാ ജനതകളും അവിടുത്തെ സന്നിധിയിൽ ആരാധന അർപ്പിക്കും. താഴോട്ട് വരും 29 വാക്യം, ഭൂമിയിലെ അഹങ്കാരികൾ അവിടുത്തെ മുമ്പിൽ കുമ്പിടും. 30 വാക്യം, പുരുഷാന്തരങ്ങൾ അവിടുത്തെ സേവിക്കും. എന്തൊരു മാറ്റമാണ്! 22 സങ്കീർത്തനത്തിന്റെ സ്റ്റാർട്ടിങ് സങ്കടമായിരുന്നെങ്കിൽ അവസാനത്തേക്ക് എത്തുമ്പോൾ ആ സങ്കീർത്തന വാക്യങ്ങളൊക്കെ ഏറ്റു പറയുകയാണ്, ജനതകൾ കർത്താവിലേക്ക് നോക്കും, ഒരു കർത്താവിലേക്ക് വരും. അത് കൃത്യം അന്വർത്ഥമാവുകയാണ് ഈ ശതാധിപന്റെ ഏറ്റുപറച്ചിലിൽ എന്നോർക്കുക. ഇനി മൂന്നാമത്തത്, പഴയ നിയമത്തിൽ നിന്നൊന്ന്, യെശയ്യാ പ്രവാചകനുള്ള സഹനദാസൻ, 2 സങ്കീർത്തനം 22, 3 യോന പ്രവാചകനും നിനിവേയുടെ മാനസാന്തരവും. യോനായുടെ അടയാളത്താലെ നിനിവേ മാനസാന്തരപ്പെട്ടു. ഇവിടതാ ഏറ്റവും വലിയ അടയാളം സ്ലീവ, കർത്താവിൻ്റെ ആത്മദാനത്തിൻ്റെ സ്നേഹം. അന്ന് നിനിവേ മാനസാന്തരപ്പെട്ടെങ്കിൽ ദൈവയുടെ ശതാധിപൻ മാനസാന്തരപ്പെട്ട് കർത്താവിലേക്ക് തിരികെ വരുന്നു. അബ്രാഹം, ഉൽപ്പത്തി പുസ്തകം ജനസിസ് 12:3 അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹത്തെ ധ്യാനിക്കാം. ഉൽപ്പത്തി പുസ്തകത്തെ 12 അധ്യായം, ഉൽപ്പത്തി 12 3 വാക്യം നമ്മൾ കാണുന്നത്, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും. അബ്രാഹത്തിന് കൊടുത്ത വാഗ്ദാനമാണ്, നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും. അതായത് അനുഗ്രഹം പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങുകയാണ്. കേവലം ഒരു വംശത്തിൽ നിന്ന്, ഒരു ജനതയിൽ നിന്ന് അനുഗ്രഹം, ബ്ലെസ്സിങ് ഈസ് ഫ്ലോയിങ് ഔട്ട്വേർഡ്സ്. ദൈവത്തിൻ്റെ അനുഗ്രഹം പുറത്തേക്ക് ഒഴുകുകയായിരുന്നു. ഇസ്രായേൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനം ഇസ്രായേലിൽ നിന്ന് എല്ലാ ജനതകളിലേക്കും ലോകത്തിൻ്റെ അതിർത്തികളിലേക്കും കർത്താവിൻ്റെ അനുഗ്രഹം ഒഴുകുന്ന കാഴ്ച കുരിശിൽ നമ്മൾ കണ്ടു തുടങ്ങുന്നു. രക്ഷാകര ചരിത്രത്തിൽ ഈ രംഗത്തിൻ്റെ പ്രാധാന്യം എന്താണ്? അതുവരെ ദൈവിക വെളിപാട് സ്വീകരിക്കുന്ന ജനം ഇസ്രായേലാണ്. മിശിഹ വരുന്നത് ഈ തിരഞ്ഞെടുക്കപ്പെട്ട ചോസൻ പീപ്പിൾ, തിരഞ്ഞെടുക്കപ്പെട്ട ജനമെന്ന് കരുതുന്ന ഇസ്രായേലിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഇനി കാര്യങ്ങൾ മാറുകയാണ്. ശതാധിപൻ അത് ഏറ്റുപറയുന്നതോടുകൂടി കാര്യങ്ങൾ മാറുകയാണ്. അതായത് സ്വജനം യഹൂദർ തിരിച്ചറിയാൻ കഴിയാതെ പോയത് വിജാതിയൻ തിരിച്ചറിയുന്നു. A Gentile man is recognizing the Messiah, the Son of God, whereas the people of God, those people who considers themselves as people of God, is failing to recognize Messiah. ദൈവജനമെന്ന് കരുതുന്നവർ മിശിഹായെ തിരിച്ചറിയാൻ കഴിയാതെ പോകുമ്പോൾ വിജാതിയൻ കർത്താവിനെ തിരിച്ചറിയുന്നു. അതായത് ഒരു സിഗ്നൽ തരികയാണ്, അതിർത്തികൾ ഭേദിക്കപ്പെടാൻ പോകുന്നു. രക്ഷയുടെ സുവിശേഷത്തിൻ്റെ അതിർത്തികൾ ഭേദിച്ച് അത് ലോകാന്തരത്തോളം, അത് ലോകത്തിൻ്റെ അന്ത്യത്തോളം, അതിർത്തിയോളം ഇനി കർത്താവിൻ്റെ സുവിശേഷം അതിരുകളില്ലാതെ പടർന്നു പിടിക്കുമെന്നതിൻ്റെ സൂചന അവിടെ ലഭിക്കുകയാണ്. ഈ പർട്ടിക്കുലർ പോയിന്റിൽ സഭ സാർവത്രികമാകുന്നു. ചർച്ച് ഈസ് ബിക്കമിങ് യൂണിവേഴ്സൽ. ഓർത്തുവെച്ചേ, 3 കാര്യങ്ങൾ നടക്കുകയാണ്. പ്രധാനപ്പെട്ടത്, ശതാധിപൻ ഇത് ഏറ്റു പറയുന്ന മൊമെന്റിൽ ചർച്ച് ഈസ് ബിക്കമിങ് യൂണിവേഴ്സൽ. സഭ സാർവത്രികമാകുന്നു. മിഷൻ ഈസ് ബിക്കമിങ് ഗ്ലോബൽ. ദൗത്യം ആഗോളമാകുന്നു. ഒരു വീട്ടിന് വേണ്ടി, ഒരു ജനതയ്ക്ക് വേണ്ടിയല്ല. ഈ മിഷൻ ഈസ് ബിക്കമിങ് ഗ്ലോബൽ. ആൻഡ് ഫെയ്ത്ത് വിൽ അറൈസ് ഇൻ അൺഎക്സ്പെക്റ്റഡ് പ്ലേസസ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ, നമ്മൾ പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ വിശ്വാസത്തിൻ്റെ ഫലങ്ങൾ ഉണ്ടാകുമെന്നുള്ളതിൻ്റെ തെളിവ് ദാ ഇവിടെ കാണുന്നു. അപ്പോൾ സഭ സാർവത്രികമാകുന്നു, ദൗത്യമാഗോളമാകുന്നു. പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ വിശ്വാസത്തിൻ്റെ വിളനിലങ്ങളായി അത് മാറുകയും ഫലങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നത് കാണും. അതിൻ്റെ സൂചന ശതാധിപൻ ഈ വിശ്വാസം ഏറ്റുപറയുമ്പോൾ ചരിത്രത്തിൽ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം നമ്മളുമൊക്കെ അതിൻ്റെ ഭാഗമാകുകയാണ്. ഔട്ട്സൈഡർ ഈസ് ബിക്കമിങ് ഇൻസൈഡർ. അതുവരെ പുറത്തു നിന്നവൻ അകത്തേക്ക് വരുന്നു. ഔട്ട്സൈഡർ ഈസ് ബിക്കമിങ് ഇൻസൈഡർ. സ്ട്രേഞ്ചർ ഈസ് ബിക്കമിങ് ബിലീവർ. അപരിചിതൻ വിശ്വാസിയാകുന്നു. ഔട്ട്സൈഡർ ഈസ് ബിക്കമിങ് ഇൻസൈഡർ.
and stranger is becoming believer, and the one who stood at a distance is coming near. ദൂരത്ത് നിന്നവൻ ചാരത്തേക്ക് വരുന്നു. പിതാക്കന്മാരിലേക്ക് നമുക്ക് പോകാം. സഭാപിതാക്കന്മാർ ഇതിനെക്കുറിച്ച് പറയുന്നത്, അത് വായിച്ച് കേൾപ്പിക്കാം. ഇരണേവൂസ് പിതാവ് പറയുന്നു, ദ ഫസ്റ്റ് ഫ്രൂട്ട് ഓഫ് ജെൻറ്റൈൽ ചർച്ച്, വിജാതീയ സഭയുടെ, വിജാതീയരിൽ നിന്ന് കർത്താവിൻ്റെ സഭയിലേക്ക് ജനം വരാൻ തുടങ്ങിയതിൻ്റെ ആദ്യത്തെ ഫലം, ദ ഫസ്റ്റ് ഫ്രൂട്ട് ഓഫ് ജെൻറ്റൈൽ. എന്നിട്ട് പറയുന്നു, ക്രോസ് ഗ്യാദേഴ്സ് ഓൾ ഹ്യൂമാനിറ്റി ഇൻ ടു വൺ കൺഫെഷൻ. സകല ജനപദങ്ങളെയും ഒരു ഏറ്റുപറച്ചിലേക്ക്, ഒരു വിശ്വാസ പ്രഖ്യാപനത്തിലേക്ക് കുരിശ് ഒരുമിച്ച് കൂട്ടുന്നുവെന്ന്. സകല ജനപദങ്ങളെയും ഒരൊറ്റ വിശ്വാസ പ്രഖ്യാപനത്തിലേക്ക് കുരിശ്, സ്ലീവ ഒരുമിച്ച് കൂട്ടുന്നു. ഒരിജൻ പറയുന്നൊരു നല്ല കാര്യമുണ്ട്. ഒരിജൻ പറയുന്നു, ഹീ സ്റ്റാൻഡ് ഫേസിങ് ഹിം. അവൻ കർത്താവിനെ ഫേസ് ചെയ്ത് നിന്നു. എൻകൗണ്ടർ നടക്കുന്നു, കണ്ടുമുട്ടൽ നടക്കുന്നു. നോട്ട് ടേണിങ് അവേ ഫ്രം ഹിം. മുഖം മാറ്റിക്കളഞ്ഞില്ല. കർത്താവിൻ്റെ മുഖത്തേക്ക് തൻ്റെ മുഖത്തെ ഉയർത്തി അവനെ ഫേസ് ചെയ്ത് മുഖാഭിമുഖം നിന്നപ്പോൾ അത് വിശ്വാസത്തിൻ്റെ ആരംഭം കുറിച്ചു. കർത്താവിൻ്റെ മുഖത്തേക്ക് എൻ്റെ മുഖം ഉയർത്തുമ്പോൾ, മുഖം തിരിച്ചു കളയാതെ, മറഞ്ഞിരിക്കാതെ, പാത്തിരിക്കാതെ, കർത്താവിൻ്റെ മുഖത്തെ എൻ്റെ മുഖം കാണുമ്പോൾ, എൻകൗണ്ടർ, കണ്ടുമുട്ടൽ നടക്കുമ്പോൾ അത് വിശ്വാസത്തിൻ്റെ ആരംഭമാകും. അഗസ്തിനോസ് പുണ്യാളൻ പറയുന്നു, യഹൂദര് അവരത്ഭുതങ്ങൾ കണ്ടു, എന്നാൽ വിശ്വസിച്ചില്ല. ഇവിടെ ഒരു വിജാതിയൻ കുരിശ് കണ്ടു, മരണം കണ്ടു, അവൻ വിശ്വസിക്കുന്നു. യഹൂദര് അത്ഭുതങ്ങളേറെ കണ്ടു, പക്ഷെ അവർ വിശ്വസിച്ചില്ല. ഇവിടെ ഒരു വിജാതിയൻ മരണം കാണുന്നു, കുരിശ് കാണുന്നു, അവൻ വിശ്വസിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, ശതാധിപൻ വിശ്വസിക്കാൻ കാര്യം, ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഹീ സോ ഹൗ ഹീ ഡൈഡ്, എങ്ങനെ മരിച്ചെന്ന് കണ്ടത് കൊണ്ടല്ല, മറിച്ച് ഹൗ ഹീ ലവ്ഡ് വൈൽ ഡൈയിങ്. മരണനേരത്തും അവൻ എങ്ങനെയാണ് സ്നേഹിച്ചു കൊണ്ടിരുന്നതെന്ന് അവൻ കണ്ടിട്ടുണ്ടെന്ന്. ആ സ്നേഹമാണ്, ആത്മദാനത്തിൻ്റെ, സ്വയം സമർപ്പണത്തിൻ്റെ ആ സ്നേഹമാണ് ഈ വിജാതീയനിൽ, ശതാധിപനിൽ വിശ്വാസം ജനിപ്പിച്ചത്. കത്തോലിക്ക സഭയുടെ പഠിപ്പിൽ CCC 2472 പറയുന്നത് ഇതേ കാര്യമാണ്. സാക്ഷ്യമാണ് മറ്റുള്ളവരെ വിശ്വാസത്തിലേക്ക് നയിക്കുന്നത്. നമ്മുടെ സാക്ഷ്യം, കുരിശാണ് ഏറ്റവും പരമോന്നതമായ സാക്ഷ്യം. സാക്ഷ്യം മറ്റുള്ളവരെ വിശ്വാസത്തിലേക്ക് നയിക്കും. CCC 544 പറയുന്നു, പുവർ ആൻഡ് ഹംബിൾ വിൽ റിസീവ് കിങ്ഡം. ഏറ്റവും നിസ്സാരർ, ബലഹീനർ, ദൂരങ്ങളിൽ നിന്ന് നമ്മൾ കരുതുന്നവർ, അവർ കർത്താവിൻ്റെ രാജ്യം അവകാശമാക്കും. അവർ കർത്താവിലേക്ക് തിരികെ വരും. ഇങ്ങനെ പറയാം നമുക്കിതിനെ, ഈ സഭയുടെ പഠിപ്പിനെ, ഫെയ്ത്ത് ഇസ് എ ഗിഫ്റ്റ് അവേക്കൻഡ് ബൈ വിറ്റ്നസ്. വിശ്വാസം സാക്ഷ്യത്താലെ ഉണരുന്നതാണ്. വിശ്വാസം സാക്ഷ്യത്താലെ ഉണരുന്ന ദാനമാണ്. സാക്ഷ്യമാണ് പ്രധാനപ്പെട്ടത്. എന്നിട്ട് പറയുകയാണ്, കുരിശാണ് ഏറ്റവും വലിയ സാക്ഷ്യം. കർത്താവിൻ്റെ കുരിശ് വിശ്വാസത്തെ ഉണർത്തി. അപ്പോൾ തിരിച്ചെന്തിച്ചേ, നമ്മുടെ കുരിശ്, നമ്മളെടുക്കുന്ന സഹനം എത്ര പ്രസാദാത്മകമായാണ് നമ്മൾ സഹനത്തെ പുൽകുന്നത് എന്നതാണ് മറ്റൊരാളിൽ വിശ്വാസം ഉണർത്താനുള്ള ഏറ്റവും നല്ല മാർഗം. നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ പറയുകയല്ല, അത് മറ്റേ യഹൂദർക്ക് പറ്റിയ മിറക്കിൾസ്, അനുഗ്രഹങ്ങൾ, സൗഖ്യങ്ങൾ കണ്ടിട്ട് കാണിച്ചിട്ട് അവനെ വിശ്വാസിയാക്കുകയല്ല, മറിച്ച് ഞാൻ എങ്ങനെയാണ് കുരിശെടുക്കുന്നതെന്ന്, എൻ്റെ ജീവിതത്തിൻ്റെ തോൽവികളെ, എൻ്റെ തകർച്ചകളെ, എൻ്റെ രോഗാവസ്ഥകളെ ഞാൻ എങ്ങനെയാണ് കർത്താവിനോട് ചേർന്ന് പുൽകുന്നത്, ആ കുരിശിനെ എങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്, അതിനപ്പുറത്തൊരു സാക്ഷിയില്ല. അതാണ് ഏറ്റവും വലിയ സാക്ഷ്യം. പോപ്പ് ഫ്രാൻസിസ് പറയുന്നൊരു കാര്യമുണ്ട്. നമ്മൾ മിക്കപ്പോഴും പോപ്പ് ബെനഡിക്റ്റിനെ അല്ലേ പറയാറുള്ളത്. ഇന്ന് നമുക്ക് പോപ്പ് ഫ്രാൻസിസ്, കാരണം ഇങ്ങനത്തെ വിഷയങ്ങൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാഴ്ചപ്പാട് വളരെ സുന്ദരമാണ്. മാർപ്പാപ്പ പറയുന്നൊരു കാര്യം, ചർച്ച് മസ്റ്റ് ഗോ വെയർ ദ സെഞ്ചുറിയൻ സ്റ്റാൻഡ്സ്. ആ ശതാധിപൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് സഭ ചെല്ലണമെന്ന്. എന്തൊരു പറച്ചില! ആ ശതാധിപൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് സഭ ചെല്ലണം എന്ന് വെച്ചാൽ, അങ്ങനെ ഒത്തിരി പേര് ദൂരങ്ങളിൽ നിൽപ്പുണ്ട്. അവർ കർത്താവിലേക്ക് വരാൻ തയ്യാറാണ്, ഒരുക്കമാണ്. പക്ഷെ അങ്ങോട്ട് സഭ ചെല്ലണം, സഭ സാക്ഷ്യം നൽകണം. നമുക്ക് ഇന്ന് പ്രാക്ടിക്കലായിട്ട്, ഇന്ന് നമ്മൾ കേട്ട കാര്യങ്ങളൊക്കെ വെച്ച് അനുദിന ജീവിതത്തോട് ബന്ധപ്പെടുത്തി മനസ്സിലാക്കാൻ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ. ഇത് നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിൽ, നമ്മുടെ സൗഹൃദങ്ങളിൽ, നമ്മുടെ ബന്ധങ്ങളിൽ ഒക്കെ നടക്കുന്നതാണ്. ഏറ്റവും പ്രിയപ്പെട്ടവർ നമ്മുടെ സ്നേഹത്തിൻ്റെ ആഴം തിരിച്ചറിയുന്നില്ല.
നമ്മുടെ സ്നേഹത്തിൻ്റെ സമർപ്പണം, നമ്മുടെ ത്യാഗപൂർവമായ സ്നേഹത്തിൻ്റെ ആഴം, ഇതൊന്നും ആരാണ് നമ്മുടെ ചാരത്തുള്ളത് അവർ കാണുന്നില്ല. ദേ ആർ നോട്ട് റെക്കഗ്നൈസിങ് ഇറ്റ്, ദേ ആർ നോട്ട് അപ്രീഷിയേറ്റിംഗ് ഇറ്റ്. പക്ഷേ ഔട്ട്സൈഡേഴ്സ്, പുറത്ത് നിൽക്കുന്നവരെ നമ്മൾ കാണുന്നവർ, നമുക്കത്ര വലിയ സ്നേഹമില്ലാത്തവർ, നമ്മളെ അത്ര വലിയ കാര്യമായിട്ട് പരിഗണിക്കാത്തവരും നമ്മൾ വിചാരിക്കുന്നവർ, ദൂരെയാണെന്ന് വിചാരിക്കുന്നവർ, അവരറിയുന്നു നമ്മുടെ സ്നേഹം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കും. നമ്മൾ പ്രിയപ്പെട്ടവരെന്ന് കരുതിയവർ, നമ്മൾ ചേർത്ത് പിടിച്ചവർ, നമ്മൾ ഏറ്റവും ആത്മാർത്ഥമായി സ്നേഹിച്ചവർ, നമ്മുടെ ജീവിതം നമ്മൾ കൊടുത്തവർ, അവർ നമ്മുടെ സ്നേഹം അറിയുന്നില്ല. ഈശോയെ യഹൂദന് മനസ്സിലാക്കാതെ പോയതുപോലെയാണ്. പ്രിയപ്പെട്ടവർ മനസ്സിലാക്കാതെ പോകുമ്പോഴും അവഗണിക്കുമ്പോഴും പുറത്ത് നിൽക്കുന്നുവെന്ന് കരുതുന്നവർ നമ്മുടെ സ്നേഹത്തെ, നമ്മുടെ നന്മയെ തിരിച്ചറിയുന്നു. ഏറ്റവും ചാരത്ത് നിൽക്കുന്നവർ, നമ്മുടെ കൂടെ നിൽക്കുന്നവരുടെ സ്നേഹത്തെ തിരിച്ചറിയണേ. അവരുടെ സ്നേഹത്തിൻ്റെ ആഴത്തെ മനസ്സിലാക്കണമേ. ഈ ത്യാഗപൂർവമായ സ്നേഹമാണ് ഏറ്റവും വലിയ വിറ്റ്നസ്. ലവ് വിത്ത് സാക്രിഫൈസ് ഇസ് ദ അൾട്ടിമേറ്റ് വിറ്റ്നസ്. യുവജനങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. യൂത്ത്, കഴിഞ്ഞ ദിവസം ഞാനൊരു കമൻറ്റ് എങ്ങനെയുണ്ട് ശ്രദ്ധയിൽപ്പെട്ടു. ഒരാൾ പറയുകയാണ്, അച്ഛൻ എല്ലാ മാർഗം എപ്പിസോഡിൻ്റെ അവസാനം പറയുന്നുണ്ടല്ലോ, യുവജനങ്ങളെ നിങ്ങളോടാണ് പറയുന്നതെന്ന്. എന്നിട്ട് ഒരമ്മയാന്ന് തോന്നുന്നു, അമ്മ പറയുകയാണ്, ഏത് യുവജനങ്ങളാണ് ഇത് കാണുന്നത്, ഏത് യുവജനങ്ങളാണ് ഇതൊക്കെ കാണുന്നത്? ആരെങ്കിലും കാണട്ടെ, ആരെങ്കിലും കാണുമെന്ന് നമുക്ക് വിചാരിക്കാം. നിങ്ങളോട് പറഞ്ഞാൽ മതി, നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്താലും മതി. യുവജനങ്ങളെ, നിങ്ങളുടെ ശ്രദ്ധയ്ക്ക്, കുരിശിൽ നിന്ന് ഓടി അകലാനാണ് ഇന്നത്തെ വ്യഗ്രത. We all are seeking glory. We all are seeking something better. തിളങ്ങുന്നത് തേടിപ്പോവാണ്. അരുതേ, അരുത്. കുരിശിനെ ഫേസ് ചെയ്യുക. വല്ലപ്പോഴും ഒരിക്കൽ ആ കുരിശിൻ്റെ മുമ്പിൽ നിൽക്കുക. കുരിശിനെ ഫേസ് ചെയ്യുക. ഫേസ് ഇറ്റ്, സ്റ്റാൻഡ് ബിഫോർ ഇറ്റ് ആൻഡ് ലേൺ ഫ്രം ഇറ്റ്. യുവജനങ്ങളോട് പറയാനുള്ളത്, ലൈക്ക് ദ സെഞ്ചുറിയൻ, ആ ശതാധിപനെ പോലെ ഇന്ന് നീ കർത്താവിനെ പീഡിപ്പിക്കുന്നവരുടെ ഗണത്തിലായിരിക്കും എണ്ണപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഒന്ന് സമാധാനത്തോടെ നിന്നേ. ഫേസ് ഇറ്റ്, സ്റ്റാൻഡ് ബിഫോർ ഇറ്റ് ആൻഡ് ലേൺ ഫ്രം ഇറ്റ്. കുരിശിൽ നിന്ന് പഠിക്കുക. ഹോംവർക്ക് ഉണ്ട് ഇന്ന് കേട്ടോ. 1-2 ചെറിയ ഹോംവർക്ക് തരാം. ഒന്ന്, പറ്റുന്നവരൊക്കെ ഒരല്പം നേരം ക്രൂസിഫിക്സിൻ്റെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കണം. കുരിശുരൂപത്തിൻ്റെ മുമ്പിൽ കുറച്ചു നേരം അങ്ങനെ ഇരുന്ന് കൊടുക്കണം. അങ്ങനെ ഇരുന്ന് സെൻറ്റിമെൻറ്റ്സ് വർക്കൗട്ട് ചെയ്യാനല്ല കേട്ടോ. സെൻറ്റിമെൻറ്റ്സ് വർക്കൗട്ട് ചെയ്യല്ല വേണ്ടത്. ഈ സഹനത്തെ കോണ്ടംപ്ലേറ്റ് ചെയ്യല്ല വേണ്ടത്. മറിച്ച് ആ സഹനത്തിൽ വെളിപ്പെടുന്ന സ്നേഹത്തെ ധ്യാനിക്കണം. കുരിശിലെ കർത്താവിൻ്റെ സ്നേഹത്തെ ധ്യാനിക്കുക. അപ്പോൾ ക്രൂസിഫിക്സിൻ്റെ മുമ്പിൽ ഇരിക്കുക കുറച്ചു നേരം. ആ കുരിശിൻ്റെ സ്നേഹത്തെ, വെളിപ്പെട്ട സ്നേഹത്തെ ധ്യാനിക്കുക. ഫൈനലി ഒരു പ്രാർത്ഥന പഠിപ്പിക്കാം. പറ്റുമെങ്കിൽ അത് പഠിക്കുക. ഇംഗ്ലീഷിലും പറയാം, മലയാളത്തിലും പറയാം. പറ്റുമെങ്കിൽ അത് പഠിക്കുക. അത് കമൻറ്റിൽ ടൈപ്പ് ചെയ്തിട്ട് അത് വീണ്ടും വീണ്ടും വായിക്കുക, പഠിക്കുക, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അതിങ്ങനെയാണ്: ജീസസ്, ഐ ബിലീവ്, നോട്ട് ബിക്കോസ് ഐ അണ്ടർസ്റ്റാൻഡ് എവറിഥിങ്, ബട്ട് ബിക്കോസ് ഐ സീ യുവർ ലവ്. ഈശോയേ, ഞാനങ്ങിൽ വിശ്വസിക്കുന്നു. അതെനിക്കെല്ലാം മനസ്സിലായതുകൊണ്ടല്ല, മറിച്ച് നിൻ്റെ സ്നേഹത്തെ ഞാൻ കാണുന്നു. ജീസസ്, ഐ ബിലീവ്, നോട്ട് ബിക്കോസ് ഐ അണ്ടർസ്റ്റാൻഡ് എവറിഥിങ്. എല്ലാം മനസ്സിലായിട്ടല്ല കേട്ടോ നമ്മൾ ഈശോയിൽ വിശ്വസിക്കുന്നത്. എല്ലാം മനസ്സിലായിട്ടല്ല, ബട്ട് ബിക്കോസ് ഐ സീ യുവർ ലവ്. കർത്താവേ, ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു. അതെനിക്കെല്ലാം മനസ്സിലായത് കൊണ്ടല്ല, മറിച്ച് ഞാൻ നിൻ്റെ സ്നേഹം കാണുന്നു. ശതാധിപനെ പോലെ ഞാൻ ഏറ്റു പറയുന്നു, ഈശോയെ, നീ സത്യമായും ദൈവപുത്രനാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമായ ഈശോ മിശിഹായേ, കുരിശിൻ്റെ ചാര നിന്ന ശതാധിപൻ നിൻ്റെ തിരുമുഖം കണ്ട്, നിൻ്റെ മരണം കണ്ട്, ആ മരണത്തിലെ സ്നേഹം കണ്ട് വിശ്വാസം ഏറ്റുപറഞ്ഞതുപോലെ നിന്നെ ധ്യാനിച്ച് നിൻ്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് വിശ്വാസം ഏറ്റുപറയാൻ ഞങ്ങളെയും ഒരുക്കണമേ. ചുറ്റുമുള്ളവർ ഞങ്ങൾക്ക് വേണ്ടി കുരിശേറുമ്പോൾ ആ ത്യാഗത്തെ കാണാനും തിരിച്ചറിയാനും ഏറ്റുപറയാനും ഞങ്ങളുടെ മിഴികൾ നീ തുറക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എക്കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.